കരളിന്റെ കഷ്ണങ്ങളായ യുവാക്കളെ, ദീനനുസരിച്ച് ഞാനും നിങ്ങളും ജീവിക്കുമ്പോ ആഖിറത്തിൽ അല്ലാഹു വലിയ പദവി തരും. ഏത് പെണ്ണ് വാടി വിളിച്ചാലും ദഅതു ഇംറാത്തുൻ ദാതു മൻസിബിൻ വജമാലിൻ ഖാല ഇന്നി അഖാഫുല്ലാഹ്. കുലവതിയായ സൗന്ദര്യമുള്ള പെണ്ണ് വിളിക്കുമ്പോ മോളെ എനിക്ക് അല്ലാഹുവിനെ പേടിയുണ്ടടി എന്ന് പറഞ്ഞാൽ സബഅത്തു യുദില്ലുഹുമുല്ലാഹു യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു. റസൂലുള്ള നാളെ പരലോകത്ത് 7 ആളുകൾക്ക് തണല് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലൊരാള് ഒരു സുന്ദരിയായ സൗന്ദര്യവതിയായ പെണ്ണ് വ്യഭിചരിക്കാൻ വിളിക്കുമ്പോ അവൻ എല്ലാ അവസരവും ഒത്തു വന്നിട്ട് അവൻ പറയുന്നു എനിക്കാരോഗ്യം തന്ന, എനിക്കെല്ലാം തന്ന അദീമായ റബ്ബിനെ എനിക്ക് പേടിയുണ്ട് മോളെ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ ഒഴിഞ്ഞു മാറിയാൽ മോനെ നിനക്ക് നാളെ അർശിന്റെ തണല് വാഗ്ദാനം ചെയ്തത് ഞാനല്ല, സാദിഖുൽ മസ്ദൂഖായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നബി കള്ളം പറയുമോ? നബി കള്ള വാഗ്ദാനം നമ്മളോട് നടത്തുമോ? മുസ്ലിമീങ്ങളെ ആലോചിച്ചു നോക്കുക. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാര്, എന്റെ കരളിന്റെ കഷ്ണങ്ങളായ പെങ്ങന്മാരെ, സഹോദരിമാരെ, കാലഘട്ടമെല്ലാം നിങ്ങളെ തോന്നിവാസങ്ങളിലേക്ക് മാടി വിളിക്കുമ്പോൾ അള്ളാഹുവിനെ പേടിച്ച് അവിടത്തു മറിച്ച് പഠിച്ച റബ്ബിങ്കൽ സമർപ്പിച്ച് ജീവിതം നയിച്ചാൽ സ്വർഗീയാരാമത്തിലേക്ക് അള്ളാഹു നിങ്ങളെ സ്വാഗതം ചെയ്യും. മഹദി ഫാത്തിമത്തു സഹറാ റളിയല്ലാഹു അൻഹാ നേതൃത്വം നൽകുന്ന സ്വർഗത്തിൽ നമുക്ക് പോകാൻ കഴിയും. ഖദീജത്തുൽ കുബ്ര നേതൃത്വം നൽകുന്ന സ്വർഗത്തിൽ നമുക്ക് പോകാൻ കഴിയും. അല്ലാതെ ദുനിയാവിന്റെ ഫാഷൻ പരേഡുകൾക്കും അടിച്ചുപൊളികൾക്കും തോന്നിവാസങ്ങൾക്കും പിന്നാലെ പോയാൽ ഏറ്റവും കൂടുതൽ മേറാജിന്റെ രാത്രിയിൽ ഹബീബ് നരകത്തിൽ കണ്ടതാരെയാണ്? എന്റെ സമുദായത്തിലെ പെണ്ണുങ്ങളെയാണ്. എന്റെ പെങ്ങളെ, നീ നരകത്തിൽ പോകരുതെന്ന് ആഗ്രഹിച്ചിട്ട് വിനീതനായ നിന്നോട് കടപ്പാടും സ്നേഹവുമുള്ളൊരു സഹോദരന്റെ സതുപദേശമായി നീ എടുക്കണം. അല്ലാഹുവിനെ പേടിച്ച് ഞാനും നീയും ജീവിക്കണം. പടച്ച റബ്ബ് നമ്മളെയൊക്കെ നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ.